ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം തന്നെ പറയും. ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1.5 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛന് ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ടോണി അച്ചായൻ്റെ വീഡിയോസാണ് വരുന്നത്. അതായത് അച്ചായൻ ഭയങ്കര ഉഡായിപ്പാണ്, അച്ചായൻ നാട്ടുകാരെ പറ്റിക്കുകയാണെന്നെല്ലാം പറഞ്ഞിട്ട് സംഭവം നമുക്ക് അച്ചായൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തോന്നും, അയ്യേ ഇതെന്താണ് പ്രാഞ്ചേട്ടൻ ടൈപ്പാണല്ലോ. പക്ഷേ അച്ചായൻ ആളുകളെ സഹായിക്കുന്നുണ്ടല്ലോ. അതായത് സ്വന്തം കീശയിൽ നിന്നാണ് എടുത്ത് സഹായിക്കുന്നതെങ്കിൽ ഓക്കെ. പിന്നെ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് അച്ചായൻ ഭയങ്കര ഭീകരനാണെന്നൊക്കെയുള്ള രീതിയിൽ കുറേ വീഡിയോസ് ഇടുന്ന കണ്ടു. അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബോച്ചയെപ്പോലെയും പിന്നെ നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെ, ഫിറോസ് കുന്നംപറമ്പിൽ വേറെ തന്നെയാണ്. അതായത് ഫിറോസ് കുന്നംപറമ്പിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ബാക്കി ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. പക്ഷേ ഈ അച്ചായ എന്ന് പറയുന്ന ആളും ബോച്ചയൊക്കെ സ്വന്തം കീശയിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് പൊതുവേ ഉള്ള പറച്ചിൽ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തെണ്ടിത്തരമാണ്. പിന്നെ അവർ പ്രൊമോഷൻ ചെയ്തോട്ടെ. അവർ ഇതേപോലെ തന്നെ കൊടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് BGM ഒക്കെ ഇട്ടിട്ട് ചെയ്തോട്ട്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം. ഇപ്പോൾ ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും അവരെന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ഒന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 4 ആൾ അറിയാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും അതിലും ഇതിലെല്ലാം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് 5000 രൂപ കൊടുക്കുന്നു, പിന്നെ മൂവി ടിക്കറ്റ് കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? വെറുതെ രസത്തിനാണോ? അല്ല. അങ്ങനെ കുറച്ചാൾ വന്ന് എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാനും ആ വീഡിയോ കുറച്ച് റീച്ചാക്കാനൊക്കെയാണ്. പിന്നെ ചിലപ്പോൾ പറയുമ്പോൾ പറയും, അയ്യോ ഞാനതിന് വേണ്ടിയിട്ടൊന്നും അല്ല, വെറുതെ ചുമ്മാ രസത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ഈ അച്ചായ എന്ന് പറയുന്ന ആൾ ചെയ്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇയാൾ ഈ പറഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് ലൈഫ് മിഷൻ ബേസിൽ കിട്ടിയിട്ടുള്ള ഒരു വീട്, അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അതായത് അങ്ങനെ കിട്ടിയൊരു ഗവൺമെൻറ് കൊടുത്തൊരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അയാൾ ആ വീടിൻ്റെ ഓണർക്ക്, അതായത് ഇവർക്ക് 2 പേർക്കും ഇയാൾ പൈസ കൊടുത്തു. പക്ഷേ എന്ത് ചെയ്തു? ഈ അച്ചായൻ വീഡിയോയിൽ ലൈഫ് മിഷനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. അങ്ങേരെ ഒരു പണി ചെയ്താൽ മതിയായിരുന്നു. അതായത് ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയ ഇവർക്ക് ഞാൻ എൻ്റെ വകയായിട്ടൊരു 5 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പൊല്ലാപ്പൊന്നും പിടിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? ഇങ്ങേര് വീഡിയോയിൽ ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ, ആ ഒരു എനർജിയിൽ പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ 31ാമത്തെ വീടാണ് ഇതെന്നും പറഞ്ഞിട്ട് പറഞ്ഞു പോയി. അപ്പം ഇതിങ്ങനെ ചകഞ്ഞുകൊണ്ട് വരുമെന്നോ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഇവരുടെ വീഡിയോ എടുക്കുമെന്നൊന്നും അച്ചായൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അച്ചായൻ പെട്ടു എന്ന് തന്നെ വേണം പറയാം. ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യുന്ന അച്ചായനെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള അച്ചായൻസ് ഗോൾഡിൻ്റെ പരസ്യം ഇതിൻ്റെ ഇടയിലൂടെ കുത്തിക്കയറ്റി ചെയ്യാം. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാവരും അങ്ങനെയാണ്. ഈ ചാറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ബിസിനസ്മാൻമാരും അല്ല ബിസിനസ് ചെയ്യുന്നവരും അവരുടെ ബിസിനസ്സും കൂടി ഇതിൻ്റെ ഇടയിൽ എന്താ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കുന്നത്. അല്ലാണ്ട് സ്വന്തം ബിസിനസ് മാറ്റി വെച്ചിട്ട് ഫുൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അച്ചായനെക്കുറിച്ച് പണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു. അതായത് ഇത് കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു പ്രാഞ്ചേട്ടൻ ടൈപ്പ്, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് ആളുകൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മുടെ ഒന്നും മേടിച്ചിട്ട് പോകുന്നൊന്നുമില്ലല്ലോ. അതായത് സാധാരണക്കാരുടെ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരുടെ നിന്നൊന്നും പൈസ പറ്റിച്ചിട്ട് പോകുന്നൊന്നുമില്ലല്ലോ. അയാൾ ഇപ്പോൾ ബിസിനസ് ഉണ്ടാക്കുന്ന പൈസയും കൊണ്ട് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ,
അത്രയേ ഉള്ളൂ. പിന്നെ ഇതേപോലുള്ള കള്ളങ്ങൾ പറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലൈഫ് മിഷൻ്റെ വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ 40 വീട് കൊടുത്തു 31 വീട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 31 വീടും ഫുൾ പൈസ കൊടുത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പൈസ ഇയാളും സഹായിച്ചിട്ടുണ്ടാവും, അതായിരിക്കും സംഭവം. പിന്നെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ 4 ഭാഗത്തു നിന്നും ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന ആൾ, അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം പറയുമ്പം അങ്ങേര് വമ്പൻ ഡയലോഗെല്ലാം അടിക്കുന്നുണ്ടല്ലോ. ഇങ്ങേര് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനൊന്നും ഞാനാണല്ല, അതൊന്നും നമുക്കിവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങേര് മറ്റേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയ്ക്കകത്ത് ഒരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ഇറങ്ങി വരുന്നതിന് മുമ്പ് നമ്മുടെ പണപ്പെട്ടി ടാസ്ക്, ആ ടാസ്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ, മറ്റേ ബിഗ് ബോസ് വേറെ ഇത് വേറെ എന്ന് പറയുമായിരിക്കും. പക്ഷെ എന്നാലും അങ്ങേരുടെ ആ ഒരു മൈൻഡിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. അതായത് ബിഗ് ബോസിൻ്റെ അകത്ത് ലാസ്റ്റ് ആ പണപ്പെട്ടി ടാസ്ക് വെക്കുന്ന സമയത്ത് ഇയാളോട് പലരും പൈസേൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മുടെ മുടിയൻ ഋഷിയില്ലേ, പുള്ളി വീട് വെക്കണം, അതാക്കണം, ഇതെടുത്തിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 5 ലക്ഷം രൂപ അവിടെ പെട്ടിയിൽ വെച്ചപ്പോൾ തന്നെ ഇയാൾ വന്നിട്ട് അതെടുത്തിട്ട് പോയി. ഓക്കെ, അപ്പം അങ്ങനെ പോലും, അതായത് ഈ ഒരു 5 ലക്ഷത്തിൻ്റെ കേസിൽ വരെ ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരാളാണ് ഇങ്ങനെ എന്താ പറയുക ആളുകളെ സഹായിക്കുന്ന, അല്ല പോട്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളെ കുറിച്ച് വന്നിരുന്നിട്ട് എന്തോ വലിയ മഹാ അപരാധം ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നത്. സംഭവം ശരിയാണ്. ഈ പറയുന്ന ആൾ ആളുകളുടെ മുമ്പിൽ നന്മമരം ചമയുന്നുണ്ട്, പിന്നെ എന്താ പറയുക BGM ഇട്ടിട്ട് വീഡിയോ ഇടുന്നുണ്ട്, പിന്നെന്താ പറയുക അബദ്ധത്തിലാണെങ്കിലും അബദ്ധത്തിലല്ലെങ്കിലും ഈ പറയുന്ന ലൈഫ് മിഷൻ്റെ കാര്യം പറയാതെ അയാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. എന്നിരുന്നാലും എന്താ പറയുക മനസ്സാക്ഷി തീരെ ഇല്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് 5 ലക്ഷം രൂപ പെട്ടിയിലിരുന്നിട്ട് വേറെ ആൾ എടുത്തോട്ടെ എന്ന് വിചാരിക്കാത്ത തരത്തിലുള്ള, അതായത് അങ്ങനെ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ക്രൂരനും ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് നാടകീയതയൊക്കെ ഉണ്ട്, അത് നമുക്ക് അറിയാലോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച വീഡിയോ തന്നെ ആണെങ്കിലും അങ്ങേര് നിങ്ങൾ ചെയ്യണോ ഇതുള്ള പറഞ്ഞിട്ട് കുറച്ച് നാടകീയതയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ മമ്മൂക്കേനെ അല്ലെങ്കിൽ ആ പ്രാഞ്ചിയേട്ടനെ നമ്മൾ വെറുത്തിട്ടൊന്നുമില്ലല്ലോ, അതേപോലെ കണ്ടാൽ മതിയെന്ന്. ഒരു പ്രാഞ്ചിയേട്ടൻ ടൈപ്പ് ഒരു നന്മമരം മോഡൽ, നമ്മുടെ ബോച്ചെ മോഡൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് കണ്ടാൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ട് കിട്ടിക്കോട്ടിപ്പാ, അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് കൊണ്ടുപോകാത്തിടത്തോളം കാലം നമുക്കെന്താ പ്രശ്നം? ആരെങ്കിലും സഹായിക്കുന്നവർ സഹായിച്ചിട്ടില്ലേ അല്ലേ? പിന്നെ ഇതേപോലെയുള്ള തട്ടിപ്പുകൾ വരുന്ന സമയത്ത് എക്സ്പോസ് ചെയ്യണം, അത് വേറെ കാര്യം. അതായത് ലൈഫ് മിഷൻ്റെ വീടിൻ്റെ സ്വന്തം വീടാണെന്ന് പറയുക അങ്ങനെയൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും ഇങ്ങേര് ഭൂലോക ഫ്രോഡാണെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.